ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഇതുപോലത്തെ അടിപൊളി വീഡിയോസ് നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും ഗൈസ്. വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കണ്ടു നോക്ക്. സോ ഹൈ ഗൈസ്, നിങ്ങൾക്ക് ഇപ്പം കാണിച്ചാൽ ഫ്രീ ആയിട്ട് തന്നെ ഓൾഡ് കാർട്ടൂൺ അതുപോലെ തന്നെ ഇപ്പൊ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന AI വീഡിയോസ് ക്രിയേറ്റ് ആക്കുന്നു. ഇത് വളരെ സിമ്പിൾ ആണ്. നിങ്ങളുടെ കയ്യിൽ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ജെമിനി മാത്രം മതി, അതുപോലെ തന്നെ ഗൂഗിളിന്റെ ഒരു വെബ്സൈറ്റും മതി. ഓക്കെ, സോ ഞാൻ ഈ ഒരു വീഡിയോ ഫുൾ പ്രോസസ് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു ബിഗിനർ ലെവലോട്ട് നിങ്ങൾക്ക് എന്താണ് ഏറ്റവും കാര്യം കാണിച്ചിട്ടുണ്ട്. അത് മലയാളത്തിൽ തന്നെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ഇത് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പോൾ ഒരു ചാനലുകളെ ക്രിയേറ്റ് ആയിക്കൊണ്ട് ഈ ഒരു AI വീഡിയോസും കാര്യങ്ങളൊന്നും അപ്ലോഡ് ആയി തുടങ്ങിയാൽ നിങ്ങളുടെ ചാനലും റീച്ച് ആവുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങളും ഈ ഒരു വീഡിയോസും എല്ലാം കണ്ടു കാണും. ഞാൻ ആദ്യം കാണിച്ച ആ ഒരു AI വീഡിയോ എല്ലാം കണ്ടു കാണും. നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് തന്നെ ക്രിയേറ്റ് ആക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. ഓക്കെ, ഞാൻ ഈ ഒരു വീഡിയോയിൽ എല്ലാ പ്രോസസും കാണിക്കുന്നുണ്ട്. സിമ്പിൾ ആയിട്ട് ക്രിയേറ്റ് ആക്കാൻ പറ്റും. ജസ്റ്റ് ക്യാപ് കട്ടും അതുപോലെ തന്നെ ഗൂഗിളിന്റെ ഒരു വെബ്സൈറ്റും പിന്നെന്താണ് ഈ ഒരു വീഡിയോ ഫുള്ളായി കണ്ടാൽ മതി. ഞാൻ ഏറ്റവും കാര്യമെല്ലാം പറയുന്നുണ്ട്. ഓക്കെ, സോ നമ്മുടെ ചാനൽ ആദ്യം കാണുന്ന ഏതെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട മറക്കണ്ട. നിങ്ങളുടെ ഷെയർ ചെയ്യാൻ മറക്കണ്ട. വീഡിയോ ലൈക്ക് കൊടുക്കാൻ മറക്കണ്ട. സോ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കാൻ പറ്റും. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ ഇടാനായിട്ട് പറ്റും. ഓക്കെ, സോ എന്താണ് ഞാൻ വീട്ടിലെ കാര്യം പറയുന്നുണ്ട്. സോ ഞാൻ വീട്ടിൽ പോകുന്നതിന് മുമ്പ് എന്താണ് ഞാൻ പറഞ്ഞതിൽ എല്ലാം ചെയ്യാം. ഇത്ര മാത്രമുള്ള കേസ് നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. ഈ വീഡിയോ നമുക്ക് ചെയ്യാനായിട്ട് ഈ ഒരു 3 ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് വേണം. ഓക്കെ, സോ ഈ 3 ആപ്ലിക്കേഷൻ നിങ്ങളെ പ്ലേ സ്റ്റോറിൽ കിട്ടുന്നതായിരിക്കും. സോ ക്യാപ് കട്ട് കിട്ടില്ല. ക്യാപ് കട്ട് നിങ്ങൾക്ക് ഓൾറെഡി കാണാത്തവർ നിങ്ങൾക്ക് വേറെ എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ നിങ്ങൾക്ക് ഈ ഒരു പിക്സാർട്ടും അതുപോലെ തന്നെ പിൻട്രസ്റ്റ് നിങ്ങൾക്ക് എന്താണ് പ്ലേ സ്റ്റോറിൽ കാണുന്നതായിരിക്കും. ജസ്റ്റ് അവിടെ നിങ്ങൾക്ക് ഈ നെയിമും കാര്യങ്ങൾ ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താണ് എടുക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. ഓക്കെ, സോ ബാക്കി ഇത് 3 മതി ആപ്ലിക്കേഷനായിട്ട്. സോ വേറെ എണ്ണം നമുക്ക് എന്താണ് ഗൂഗിൾ വഴി കിട്ടുന്നതായിരിക്കും. ഓക്കെ, അത് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. ജസ്റ്റ് ഈ വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കണ്ടാൽ മാത്രം മതി. സോ നമുക്ക് ആദ്യം വേണ്ടത് പിക്ചേഴ്സും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, സോ നമുക്ക് ഈസിയുള്ള വേണം പറഞ്ഞിരുന്നത്. ആദ്യം നമുക്ക് വേണ്ടത് പിക്ചേഴ്സും കാര്യങ്ങളൊക്കെയാണ്. സോ പിക്ചേഴ്സ് എടുക്കാനായിട്ടാണ് നമ്മൾ ഈ പിൻട്രസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് യൂസ് ആവുന്നത്. നിങ്ങൾക്ക് ഹൈ ക്വാളിറ്റി പിക്ക് ഇവിടെ നിന്ന് ഡയറക്റ്റ് ഡൗൺലോഡ് ആക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് ഇവിടെ പിൻട്രസ്റ്റ് ആപ്ലിക്കേഷൻ കാണാൻ പറ്റുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് ഇനി ഇവിടെ എന്താണ് വേണ്ടത്, ഓക്കെ, നിങ്ങൾ ഏത് തരത്തിലുള്ള വീഡിയോ ആണ് എടുക്കാൻ താല്പര്യമുള്ളത്, അതായത് നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള കാർട്ടൂണാണ് വേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ കാണാം സെർച്ച് ബാറിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, സോ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മാത്രം മതി. സോ അപ്പോൾ ഞാനിവിടെ അടിച്ചിരിക്കുന്നത് ജാക്കി ജാൻ എന്നാണ്. ഓക്കെ, ജാക്കി ജാൻ കാർട്ടൂൺ എന്നാണ് ഞാൻ അടിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആണെങ്കിൽ എന്താണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അതായത് നിങ്ങൾക്ക് എല്ലാ കാർട്ടൂണും ഇവിടെ കിട്ടുന്നതായിരിക്കും. സോ അങ്ങനെ നിങ്ങൾക്ക് ഓരോ പിക്കും കാര്യങ്ങളും ഡൗൺലോഡ് ആക്കാൻ പറ്റുന്നതായിരിക്കും. എക്സാമ്പിളായിട്ട് ഞാൻ ഈ ഒരു പിക്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റിയ ഒരു 3 ഡോട്ടും കാര്യങ്ങളൊക്കെ. ഓക്കെ, നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ആക്കാൻ പറ്റും. ഓക്കെ, സോ ജസ്റ്റ് ഈ ഒരു 3 ഡോട്ടിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ കാണും ഡൗൺലോഡ് ഇമേജും കാര്യങ്ങളൊക്കെ. ഓക്കെ, ജസ്റ്റ് ഡൗൺലോഡ് ഇമേജ് ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സോ ഇങ്ങനെ നിങ്ങൾക്ക് ഏതൊക്കെ വേണം അതൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ ചൂസ് ചെയ്ത് എന്താണ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. സോ ഞാൻ അത്യാവശ്യം കുറച്ച് പിക്കും കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ആക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് എന്താണ് സംഭവം ചെയ്യാനായിട്ട് ഞാൻ അത്യാവശ്യം കുറച്ച് പിക്കും കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ആക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു 4 പിക്കെങ്കിലും എടുക്കാനായിട്ട് ശ്രമിക്കുക. 4 പിക്ക് എന്ന് വെച്ചാൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് 2 പിക്കും ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അറ്റ്ലീസ്റ്റ് 2 അല്ലെങ്കിൽ ഒരു 4 എടുക്കുക. ഓക്കെ, സോ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. ഫസ്റ്റ് നിങ്ങൾ എന്താണ് ഫോണിലേക്ക് ഡൗൺലോഡ് ആക്കാം. പിന്നെ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് എന്താണ് നേരെ നമ്മൾ ഗൂഗിൾ ജെമിനി എടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കിയാൽ 2 പ്രോംപ്റ്റ് കാണാനായിട്ട് പറ്റും. നിങ്ങൾക്ക് ഫോട്ടോ പ്രോംപ്റ്റ് എന്ന് പറഞ്ഞ് എഴുതിക്കണ കാണാൻ പറ്റും. ആ ജസ്റ്റ് നിങ്ങൾക്ക് അവിടെ നിന്ന് കോപ്പി ചെയ്യാൻ പറ്റുന്ന 2 നിങ്ങൾക്ക് വീഡിയോ പ്രോംപ്റ്റ് എന്ന് പറഞ്ഞ് ഇത് കാണിക്കും. അത് നിങ്ങൾക്ക് അവിടെ എന്താണ് ഡയറക്റ്റ് കോപ്പി ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, സോ ഈ ഒരു പ്രോംപ്റ്റ് 2 അത്യാവശ്യമാണ്. നിങ്ങൾക്ക് എന്താണ് അത് 2 ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്രോംപ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഓൾഡ് അതായത് ടോർച്ചും കാര്യങ്ങളൊക്കെ അടിച്ചുകൊണ്ട് നിൽക്കുന്ന ആ ഒരു പിക്ക് നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ, ജസ്റ്റ് നിങ്ങൾ ഫോട്ടോ പ്രോംപ്റ്റും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താണ് ഗൂഗിൾ ജെമിനിയും കാര്യങ്ങളൊക്കെ ഒന്ന് ഓപ്പൺ ആക്കുക. ഓക്കെ, സിമ്പിളാണ്. ഗൂഗിൾ ജെമിനിയും കാര്യങ്ങളൊക്കെ എല്ലാവരുടെ മൊബൈലിലും ഉണ്ട്. ജസ്റ്റ് ഒന്ന് ഓപ്പൺ കാര്യങ്ങളൊക്കെ ആക്കുക. ഓക്കെ, ആദ്യമായിട്ടാണ് ഈ ഒരു ഗൂഗിൾ ജെമിനിയിൽ കയറുന്നതെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിൾ അക്കൗണ്ട് കാര്യങ്ങളൊക്കെ ലോഗിൻ ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. സോ ഇതിനകത്ത് ഒരുപാട് ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ സെലക്ട് ചെയ്യാൻ എത്ര മാത്രമുള്ള കാണാം. പ്ലസ് ഐക്കണും കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് വേണ്ടത് ഇമേജ് ആണ്. ജസ്റ്റ് ഒന്ന് പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്താൽ ഗാലറി കാണാൻ പറ്റും. നിങ്ങളെടുത്ത ഇമേജ് ഡൗൺലോഡ് ആയി കിടക്കുന്നതായിരിക്കും. ഓക്കെ, സോ നിങ്ങൾക്ക് ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇങ്ങനെ ടൈപ്പ് ചെയ്യാനായിട്ട് പറ്റും. ജസ്റ്റ് ഞാനിപ്പോൾ ഈ ഇമേജ് ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ജസ്റ്റ് ലോഡ് ആവുന്നതായിരിക്കും. ഒന്ന് വെയിറ്റ് ചെയ്യുക. ഓക്കെ, ജസ്റ്റ് ലോഡ് ആവുന്നതായിരിക്കും. ലോഡ് ആയതിനു ശേഷം ഇവിടെ കാണാം യൂസ് ദിസ്, അതായത് നമ്മൾ നേരത്തെ എടുത്ത ആ ഒരു പ്രോംപ്റ്റും കാര്യങ്ങളൊക്കെ ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്യുക. ഓക്കെ, എന്ന് ജസ്റ്റ് ഒന്ന് സെൻഡ് കൊടുക്കുക. വിത്തിൻ മിനിറ്റ് അല്ലെങ്കിൽ സെക്കൻഡിനുള്ളിൽ നിങ്ങളുടെ ഇൻ്റർനെറ്റ് സ്പീഡ് അനുസരിച്ച് നിങ്ങൾക്ക് എന്താണ് ഇതിൽ നിങ്ങൾക്ക് പിക്കും കാര്യങ്ങളും റെഡിയായി കിട്ടുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് ഈ ഒരു പിക്കും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അതായത് ഇതേ പിക്ക്, അതായത് നമുക്ക് ഈ പിക്കാണ് വേണ്ടത്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ടോർച്ചിൻ്റെ വെട്ടവും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. സോ ഇത്ര മാത്രമേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് കാണാം എങ്ങനെ ഡൗൺലോഡ് ആക്കിയെന്ന് വെച്ചാൽ ജസ്റ്റ് ഈ പിക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മണ്ടിലോട്ട് ഷെയറിൻ്റെ തൊട്ട് റൈറ്റ് സൈഡിലായി ഡൗൺലോഡ് ഐക്കൺ ഉണ്ട്. ജസ്റ്റ് ഡൗൺലോഡ് കാര്യങ്ങളൊക്കെ ചെയ്യാം. സോ ഇനി നമുക്ക് ഈ ഒരു വാട്ടർമാർക്കും കാര്യങ്ങളൊക്കെ കളയണം. നിങ്ങളുടെ മൊബൈലിൽ ഓൾറെഡി റിമൂവൽ ഉണ്ടെങ്കിൽ, അതായത് നിങ്ങളുടെ മൊബൈലിൽ എഡിറ്റ് ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു വാട്ടർമാർക്ക് കളയണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് അങ്ങനെ കളയാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ നമ്മളെടുത്ത
എന്താണ് ഈ ഒരു പിക്സാർട്ട് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ, അതായത് രണ്ടാമത് ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു 3 ആപ്ലിക്കേഷൻ വേണമെന്ന് പറഞ്ഞല്ലോ. സോ പിക്സാർട്ട് എന്ന ആപ്ലിക്കേഷൻ എടുത്തിട്ട് നമുക്ക് നമ്മുടെ ഉള്ള ഒരു എന്താണ് ചേഞ്ചസ് വരുത്താനായിട്ട് പറ്റും. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ വാട്ടർ മാർക്ക് അങ്ങനെ റിമൂവ് ആയി കളയാനായിട്ട് പറ്റും. ഓക്കെ, സോ അങ്ങനെ നിങ്ങൾക്ക് പിക്സാർട്ട് എടുത്തിട്ട് അങ്ങനെ ചെയ്യാനായിട്ട് പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് പിക്സാർട്ട് ആവശ്യമില്ല, നിങ്ങൾക്ക് മൊബൈൽ ഒരു എഡിറ്റിംഗ് സംഭവം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാനായിട്ട് പറ്റും. സോ ഞാൻ ഈ പിക്സാർട്ട് എടുത്തിട്ട് എന്താണ് ഈ ഒരു ഇമേജും കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ആഡാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം, എങ്ങനെ റിമൂവ് ആക്കാൻ വെച്ചിട്ടുള്ള കാണാം. റിമൂവ് റൈസറിൻ്റെ ഐക്കണുണ്ട്. ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ഇമേജ് സൂം ചെയ്യാം. എന്നിട്ട് എന്താണ് ജസ്റ്റ് നിങ്ങൾക്ക് ഏതാണ് റിമൂവ് ആക്കാനുള്ളത് ആ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി, ഇങ്ങനെ ഒന്ന് പേസ്റ്റ് ചെയ്താൽ മതി. ഓക്കെ, ജസ്റ്റ് ഒന്ന് റിമൂവ് കൊടുത്താൽ സെക്കൻഡിനുള്ളിൽ റിമൂവ് ആയി കിട്ടുന്നതായിരിക്കും. ഓക്കെ, സോ ഇത്ര മാത്രമേ ഉള്ളൂ. എനിക്ക് ഡൗൺലോഡ് ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു പിക്ക് ഡൗൺലോഡ് ആക്കാനായിട്ട് പറ്റും. സോ ഇത്ര മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാനുള്ളത് എന്താണ്, ഇനി നമുക്ക് പിക്കും കാര്യങ്ങളൊക്കെ എന്താണ് ഫോട്ടോ എന്ന് വീഡിയോയിലോട്ട് വരണം. സോ നമ്മളിപ്പം ഒരു പിക്ക് മാത്രമേ എടുത്തിട്ടുള്ളൂ. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഒരു പിക്കോ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഞാൻ ഓൾറെഡി കുറച്ച് പിക്കും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അത് ഞാൻ കാണിച്ചു ഗൈസ്. ഞാൻ ഏകദേശം ഇത്രയും പിക്കും കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മാക്സിമം നിങ്ങൾക്ക് ഒരു 4 ഉണ്ടെങ്കിൽ 2 ഉണ്ടെങ്കിലും ഒന്ന് വെച്ച് നിങ്ങൾക്ക് വീഡിയോ ക്രിയേറ്റ് ആക്കാൻ പറ്റും. ഒരെണ്ണം വെച്ച് നിങ്ങൾക്ക് ഒരിക്കലും ക്രിയേറ്റ് ആക്കാൻ പറ്റില്ല. കാരണം നമുക്ക് ഇവിടെ ടോർച്ച് അടിച്ച് നേരെ ഇപ്പുറത്തോട്ട് വരണം, ഇവിടെ ടോർച്ച് അടിച്ച് നേരെ ഇപ്പുറത്തോട്ട് വരണം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ 4 പിക്ക് അല്ലെങ്കിൽ 2 പിക്കും ഡൗൺലോഡ് ആക്കി വയ്ക്കുക. ഓക്കെ, സോ ഇനി നമ്മൾ ചെയ്യാനുള്ളത് നേരെ ഇനി നമുക്ക് എന്താണ് നിങ്ങളുടെ ഏതെങ്കിലും ഒരു ബ്രൗസർ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ബ്രൗസറിൽ ഒന്ന് കയറാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, ഞാൻ ക്രോമിലാണ് കയറുന്നത്, നിങ്ങൾക്ക് അങ്ങനെ കയറാൻ പറ്റും. സോ നിങ്ങൾ കയറുന്ന ശേഷം നിങ്ങൾക്ക് കാണാൻ പറ്റും സെർച്ച് ബാറും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന. ക്ലിക്ക് ചെയ്യുന്ന ശേഷം എന്താണ് ഇവിടെ നിങ്ങൾ അടിക്കാനുള്ളത് ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇവിടെ കാണാം എന്താണ് ഗൂഗിൾ ഫ്ലോ എന്ന് നിങ്ങൾ അടിക്കുക. ഓക്കെ, സോ അത് നമ്മുടെ ഗൂഗിളിൻ്റെ തന്നെ ഒരു സംഭവമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ കാണാൻ പറ്റും ട്രൈ ഫ്ലോ ടുഡേ എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, സോ നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് അവരുടെ വെബ്സൈറ്റിൽ കയറാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അതായത് ഇത് ഡൗൺലോഡ് ആക്കാനുള്ള ഈ ഇമേജ് വീഡിയോ ആക്കുന്ന വെബ്സൈറ്റിൽ കയറാൻ പറ്റും. സോ നിങ്ങൾ ന്യൂ ആണെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ക്രെഡിറ്റ് കിട്ടുന്നതായിരിക്കും, ഫ്രീ ആയിട്ട് വീഡിയോ ക്രിയേറ്റ് ആക്കാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് പ്രീമിയം എടുത്ത് നിങ്ങൾക്ക് നല്ല രീതിക്ക് വീഡിയോകളൊക്കെ എഡിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക് ഒരു ഗൂഗിൾ അക്കൗണ്ട് കാര്യങ്ങളൊക്കെ ഇവിടെ ലോഗിൻ ചെയ്യണം നിങ്ങൾ ന്യൂ ആണെങ്കിൽ. സോ ഇനി നമ്മൾ ലോഗിൻ ചെയ്യുന്ന ശേഷം ചെയ്യാനുള്ളത് ഇവിടെ കാണാൻ പറ്റും ന്യൂ പ്രോജക്റ്റ്. ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാണ്. അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു വെബ്സൈറ്റ് വരും, ഇൻ്റർഫേസ് വരും. സോ ഇവിടെ നമുക്ക് വേണ്ടത് എന്താണ് ഫോട്ടോ ടു വീഡിയോ ആണ്. ഓക്കെ, ജസ്റ്റ് ഞാൻ ടെക്സ്റ്റിൽ, അതായത് ഈ ഒരു ഇൻ്റർഫേസിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാണ്. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങൾക്ക് ടെക്സ്റ്റ് ടു വീഡിയോ ആണ് കിടക്കുന്നത്. സോ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഫ്രെയിംസ് ടു വീഡിയോ, അതായത് നമുക്ക് ഇമേജ് ടു വീഡിയോ ആണ് ഫ്രെയിം ടു വീഡിയോ എന്ന് അവർ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്യാം. അന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും 2 പിക്ക് ആഡാക്കാനുള്ള സെക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മൾ ചെയ്യുകയാണ്. ഓക്കെ, അതായത് നമ്മൾ ഡൗൺലോഡ് ആക്കി 2 പിക്ക് ഇവിടെ ജസ്റ്റ് ഒന്ന് അപ്ലോഡ് ആക്കി കൊടുക്കുക. ഓക്കെ ഗൈസ്, നിങ്ങൾ നേരത്തെ ഒരു വാട്ടർ മാർക്ക് ഒന്ന് റിമൂവ് ആക്കിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് എന്താണ് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ക്രോപ്പ് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾക്ക് ഈ ഒരു സംഭവം ക്രോപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അതൊക്കെ സൂക്ഷിച്ചും കണ്ട് നിങ്ങൾ ക്രോപ്പും കാര്യങ്ങളൊക്കെ ചെയ്ത് സെറ്റാക്കി എടുക്കുക. നിങ്ങൾക്ക് അങ്ങനെ ക്രോപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ കാണാം ക്രോപ്പ് ആൻഡ് സേവ്. അവിടെ വന്ന് ക്ലിക്ക് ചെയ്താൽ നമ്മൾ ക്രോപ്പ് ചെയ്ത ഒരു ഇമേജ് സേവ് ആവുന്നതായിരിക്കും. ഓക്കെ, സോ നിങ്ങൾ റിമൂവ് ആക്കിയില്ലെങ്കിൽ ഇങ്ങനെയും ക്രോപ്പ് ചെയ്യാനായിട്ട് പറ്റും. സോ ഗൈസ്, നമ്മൾ 2 ഇമേജും കളൊക്കെ അടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാനുള്ളത് എന്താണ്, നേരത്തെ നിങ്ങൾക്ക് കാണാൻ പറ്റും തൊട്ട് താഴെ, അതായത് നേരത്തെ ഞാൻ ഫോട്ടോ പ്രോമിറ്റ് കോപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ കോപ്പി ചെയ്യാൻ പോകുന്നത് വീഡിയോ പ്രോമിറ്റ് ആണ്. ഓക്കെ, സോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ 2 പ്രോമിറ്റും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്ന് കോപ്പി ചെയ്യാൻ പറ്റും, ഡയറക്റ്റ് കോപ്പി ആൻഡ് യൂസ് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. വീഡിയോ പ്രോമിറ്റ് ഇവിടെ എന്താണ് കോപ്പി പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു സെൻഡിറ്റ് ഐക്കൺ. ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താണ് വീഡിയോ ജനറേറ്റ് ആവാൻ തുടങ്ങും. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റും പെർസെൻറ്റേജ് കാര്യങ്ങളൊക്കെ ഓടുന്നത്. സോ അങ്ങനെ നിങ്ങൾക്ക് വീഡിയോയും കാര്യങ്ങളൊക്കെ ജനറേറ്റ് ചെയ്യാൻ പറ്റും. സോ ഇപ്പം നമ്മളിപ്പോൾ ഒരെണ്ണം ചെയ്തത് ഒരു ഫോട്ടോ ടു അടുത്തൊരു ഫോട്ടോയാണ്. ഓക്കെ, സോ അങ്ങനെ നിങ്ങൾക്ക് ജനറേറ്റ് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത ഫോട്ടോ ചെയ്യാൻ പറ്റും. സോ അങ്ങനെ നിങ്ങൾക്ക് എന്താണ് ഒരു 2-3 ഫോട്ടോ ജനറേറ്റ് ആക്കിയിട്ട് ക്യാപ് കട്ട്, അതായത് ഫോട്ടോ ടു വീഡിയോ ജനറേറ്റ് ആക്കിയിട്ട് ക്യാപ് കട്ടിൽ പോയിട്ട് നമുക്കെല്ലാം കൂടെ ഒത്തു വെച്ച് ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൂടെ ആഡ് ആക്കി കൊടുത്താൽ നിങ്ങൾക്ക് എന്താണ് ഫോട്ടോ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ എക്സ്പോർട്ട് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അതിന് ക്രെഡിറ്റ് ഉണ്ട്. ഇന്ന ക്രെഡിറ്റ് വരെ മാത്രമേ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റൂ നിങ്ങൾ ന്യൂ യൂസറും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് അവർക്ക് പ്ലാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ പൈസ കൊടുത്ത് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അപ്ഗ്രേഡ് ചെയ്താൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എടുത്ത് സോഷ്യൽ മീഡിയാസിൽ പോസ്റ്റ് ചെയ്യാൻ പറ്റും. യൂട്യൂബിലായിക്കോട്ടെ ഇൻസ്റ്റാഗ്രാമിലായിക്കോട്ടെ അങ്ങനെ പോസ്റ്റ് ചെയ്യാൻ പറ്റും. സോ ഇത്രയും നമ്മളെ വീഡിയോ കണ്ടിട്ട് ഒരു ലൈക്ക് ചെയ്ത ഫ്രണ്ട്സിൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, എന്താണെന്ന് സബ് ചെയ്യുക. ഓക്കെ, ജസ്റ്റ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി ഇത്രയും വീഡിയോസുകളാണ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്ന വീഡിയോസാണ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് വയ്ക്കാനായിട്ട് മറക്കണ്ട. ഓക്കെ, സോ ഗൈസ്, എനിക്ക് ഈ ഒരു വീഡിയോ കാണാൻ സെറ്റായിട്ടുണ്ട്. അതായത് എനിക്ക് ഈ വീഡിയോ അത്യാവശ്യം നല്ലതായി തോന്നിയില്ല. കാരണം എന്താണ് നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് കാണാൻ ക്ലീൻ ആക്കി നല്ലൊരു ഓഡിയോ കാര്യങ്ങളൊക്കെ, അതായത് നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ഇടാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, സോ ഞാനിപ്പോൾ എൻ്റെ ഒരു വീഡിയോ കാണിച്ചു തരാം. ഇപ്പോൾ എന്താണിത് നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇങ്ങനെയാണ് കിടക്കുന്നത്. എന്താണ് ഒരു ടോർച്ചും കൊണ്ട് ഇപ്പോൾ പോകും, ജസ്റ്റ് കാണിച്ചു തരാം. ഓക്കെ,
സോ ഇതാണ് എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ. അപ്പം നിങ്ങൾക്ക് നല്ല രീതിക്കുള്ള വീഡിയോയും കാര്യങ്ങൾ, അതായത് നല്ലൊരു പിക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ നല്ലൊരു പിക്കും കാര്യങ്ങളൊക്കെ എടുത്ത് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇങ്ങനെ നിങ്ങൾക്ക് എന്താണ് ഇപ്പം ഞാൻ ഒരു വീഡിയോ ക്രിയേറ്റ് ആക്കിയിട്ടുണ്ട്. എനിക്ക് വീണ്ടും ഇനി അടുത്തൊരു വീഡിയോ, അതായത് വേറൊരു പിക്ക് ഇങ്ങനെ വെച്ചിട്ട് എന്താണ് വീഡിയോകളെ ക്രിയേറ്റ് ആക്കാൻ പറ്റും. മാക്സിമം ഒരു 2 വീഡിയോ ക്രിയേറ്റ് ആക്കിയിട്ട് നിങ്ങൾ എഡിറ്റ് ചെയ്യാനായിട്ട് പോകും. ഗൈസ്, ഞാൻ അങ്ങനെ രണ്ടാമത്തെ ഒരു സംഭവം ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഇനി എങ്ങനെയാണ് ഡൗൺലോഡ് ആക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും മണ്ടയിൽ ഇവിടെ എന്താണ് ഒരു ഐക്കൺ. ജസ്റ്റ് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ കാണാൻ പറ്റും ഒറിജിനലുണ്ട്, ആനിമേറ്റഡുണ്ട്. ജസ്റ്റ് നിങ്ങൾ ഒറിജിനൽ ക്ലിക്ക് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ഡൗൺലോഡ് ആക്കുന്നതായിരിക്കും. ഓക്കെ, സോ ഇപ്പോൾ ഞാൻ 2 എണ്ണം ചെയ്തിട്ടുണ്ട്, 2 വീഡിയോ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ വീണ്ടും ഒന്നുകൂടെ ചെയ്യാനായിട്ട് പറ്റും. സോ ഞാനിപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടി മാത്രമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഞാൻ ഇതാണ്. ഇനി നമുക്ക് നേരെ എഡിറ്റിങ്ങിലോട്ട് കിടക്കാം. നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായാലും ഇത്രയാണ് നമുക്ക് ചെയ്യേണ്ടത്. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ നമുക്ക് നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റും ജസ്റ്റ് ബാക്കിൽ ഇതാ ഇങ്ങനെ തയ്ക്കണ കാണാൻ പറ്റും, ഒരുമാതിരി വെള്ള കളർ. ഓക്കെ, സോ ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ വന്നാൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് ഞാൻ പറഞ്ഞില്ല. അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഈ ഒരു ആപ്ലിക്കേഷൻ കയറിയിട്ട് റിമൂവ് BG കൊടുത്താൽ അതൊക്കെ പോകുന്നതായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് അങ്ങനെ ഡൗൺലോഡ് ആക്കാനായിട്ട് പറ്റും. സോ ഇനി നമുക്ക് എന്താണ് നേരെ എഡിറ്റിങ്ങിലോട്ട് പോകാം. അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് CapCut. ഇപ്പോൾ എനിക്ക് സിമ്പിളായിട്ട് തോന്നിയത് CapCut ആണ്. ഇപ്പോൾ നിങ്ങൾ എന്താണ് ഇൻഷോട്ട് ചെയ്യാം, അതൊന്നൊരു സംഭവമല്ലോ. ഓക്കെ, ഇപ്പം എനിക്ക് എന്താണ് കംഫർട്ടായിട്ട് തോന്നിയത് ഈ സംഭവമാണ്. ഓക്കെ, സോ ഇനി നമുക്ക് എന്താണ് നമ്മൾ എടുത്താൽ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് ആഡായി കൊടുക്കാം. സോ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ നല്ല രീതിക്ക് ആഡാക്കാനായിട്ട് പറ്റും. അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. ഞാനിപ്പോൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ആഡാക്കുന്നില്ല. നിങ്ങൾക്ക് ഒരു സാഡ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെയുള്ള കമൻട്രി ജസ്റ്റ് എന്താണ് പഴയ കാലത്ത് ഓർമ്മകളൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ അത്യാവശ്യം ആൾക്കാർക്ക് കുറച്ച് എൻഗേജിങ് ആയിരിക്കും, ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഓക്കെ, സോ അത്ര മാത്രമേ ഉള്ളൂ. സോ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റും നമ്മുടെ ആ ഒരു വാട്ടർമാർക്ക് കാണാൻ പറ്റും. ഈ ഒരു വാട്ടർമാർക്കാണ് ചെയ്യേണ്ടത്. ജസ്റ്റ് ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ കാണാൻ പറ്റും എന്താണ് ട്രാൻസ്ഫോം എന്ന് കാണാൻ പറ്റും. ജസ്റ്റ് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് റീസൈസ് കാണാൻ പറ്റും. അതൊന്ന് ക്ലിക്ക് ചെയ്താൽ ഇവിടെ കാണാം, നിങ്ങൾക്ക് ചെറുതായി കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഒരു വാട്ടർമാർക്ക് പോകുന്നതായിരിക്കും. നിങ്ങൾക്ക് അങ്ങനെ ഡൗൺ കൊടുത്തിട്ട് അത്യാവശ്യം ആ ഒരു ഇത് സെറ്റ് ചെയ്യാൻ പറ്റും. സോ വീണ്ടും നമുക്ക് ഇവിടെ അങ്ങനെ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു വാട്ടർമാർക്ക് റിമൂവ് ആയി കിട്ടുന്നതായിരിക്കും. ഓക്കെ, സോ ഈ ഒരു ഫ്ലോയിൽ നമുക്ക് ക്രെഡിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ക്രെഡിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് റീചാർജ് ചെയ്യണം, അതായത് അപ്ഗ്രേഡ് ചെയ്യണം. ഓക്കെ, സോ നിങ്ങൾക്ക് നിങ്ങളുടെയുള്ള മാറ്റേണ്ടത് കൊണ്ടുവരാനായിട്ട് പറ്റും. സൗണ്ട് ഞാൻ കുറച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താണ് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ അത്യാവശ്യം മ്യൂസിക്കൊക്കെ കൂടെ സെറ്റാക്കാനായിട്ട് പറ്റും. ഓക്കെ, സോ ഞാനിപ്പം എന്താണ് ഇപ്പം ചെയ്യുന്നില്ല ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. എന്താണ് ഇപ്പം ഇങ്ങനെ വന്നിട്ടുണ്ട്, അവിടെ കട്ട് ചെയ്ത് പോകുന്നുണ്ട്. സോ ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു എന്താണ് എഫക്റ്റ് കൊടുക്കാം, അല്ലെങ്കിൽ ഒരു ആനിമേഷൻ കൊടുക്കാം. സോ നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ, സോ ഞാനിപ്പോൾ കണക്റ്റ് ആക്കില്ല VPN കാര്യങ്ങളൊക്കെ, അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ ഇപ്പോൾ കാണാം. ഓക്കെ, ഇത്ര മാത്രമേ ഉള്ളൂ. എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെയുള്ള വാട്ടർമാർക്ക് ഇവിടെ ആഡാക്കാനായിട്ട് പറ്റും. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ 3 ഡോട്ടും കാര്യങ്ങളൊക്കെ, 3 ഡോട്ടല്ല, ഇവിടെ കാണാം ക്ലാരിറ്റി കൂട്ടാനുള്ളത്. ജസ്റ്റ് നിങ്ങൾ 60 FPS ആക്കുക. അതുപോലെ തന്നെ എന്താണ് റേറ്റ് ഹൈ ആക്കി കൊടുക്കുക. സോറി ഹൈ അല്ല, എന്താണ് ഇവിടെ കാണാം 180p അല്ല, ഓക്കെ അത് ഫുള്ളായി കൊടുക്കുക. ഓക്കെ, ജസ്റ്റ് കൺഫ്യൂഷനാണ്. ജസ്റ്റ് ഇത്ര മാത്രം ആക്കി കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഹൈ ആക്കാനായിട്ട് പറ്റും. ഹൈ ആക്കുക. അതിനുശേഷം നിങ്ങൾക്ക് 2K to 4K ഒന്നും ആക്കരുത്. അത് നിങ്ങളുടെ മൊബൈലിൻ്റെ ആ ഒരു കപ്പാസിറ്റി അനുസരിച്ചിരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ആക്കാനായിട്ട് പറ്റും. ഓക്കെ, സോ എൻ്റെ ജസ്റ്റ് ഒന്ന് എക്സ്പോർട്ട് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ നമ്മുടെ മൊബൈലിലേക്ക് വരുന്നതായിരിക്കും. ഓക്കെ, സോ ഇത്ര മാത്രമേ ഉള്ളൂ. അടിപൊളി സംഭവം കാര്യങ്ങളൊക്കെയാണ്. നിങ്ങൾക്ക് ആ ഗൂഗിൾ ഫ്ലോയുടെ ആ ഒരു ലിമിറ്റ് തീരുന്നവരെ നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ചുമ്മാ നിങ്ങൾ യൂസ് ചെയ്ത് കളയാതെ നിങ്ങൾക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി മാത്രം ഒന്ന് യൂസ് ചെയ്യാനായിട്ട് നോക്കുക. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ടും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പോൾ സൗണ്ട് കാര്യങ്ങളൊക്കെ കുറച്ചായിട്ട് സൗണ്ടുകളൊക്കെ മ്യൂട്ടാക്കി, നിങ്ങൾക്കിങ്ങനെ മ്യൂട്ടാക്കിയിട്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ആഡാക്കാനായിട്ട് പറ്റും. ഒരു ഓൾഡ് വീഡിയോ, അതായത് നമ്മുടെ ഒരു പഴയകാല സംഭവമാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് സിമ്പിളായിട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ ഇത്ര മാത്രമുള്ള വീഡിയോയും കാര്യങ്ങളൊക്കെ. ഞാൻ ഈ ഒരു പ്രോംപ്റ്റ് നമ്മുടെ 2 പ്രോംപ്റ്റിൻ്റെ ലിങ്കും പ്രോംപ്റ്റും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്ക് നിങ്ങൾക്ക് ഡയറക്റ്റ് കോപ്പി ആയിട്ട് പറ്റും. സോ ഇപ്പോഴത്തെ യൂട്യൂബ് അനുസരിച്ച് നമുക്ക് ഡയറക്റ്റ് കോപ്പി ആയിട്ട് പറ്റും. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്കത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മളെ ഗൂഗിൾ ലെൻസിൽ കയറി എന്താണ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ സിമ്പിളാണ്, ഇത്ര മാത്രമേ ഉള്ളൂ. ഒന്ന് കോപ്പി ചെയ്യുക. അതിനുശേഷം സിമ്പിൾ ഇതാണ്, ഞാൻ നിങ്ങൾക്ക് എല്ലാ വീഡിയോ പറഞ്ഞിട്ടുണ്ടല്ലോ. സോ അങ്ങനെ നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. സോ എല്ലാവരും ഒരു പുതിയൊരു ചാനലൊക്കെ തുടങ്ങി അത്യാവശ്യം അടിപൊളി വീഡിയോകളൊക്കെ റീറ്റാക്കി അപ്ലോഡാക്കി നോക്കുക. ട്രെൻഡിങ് ഔട്ടാവുന്ന മുമ്പ് തന്നെ അപ്ലോഡാക്കി നോക്കുക. ഓക്കെ, സോ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. എന്താണ് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. നമ്മുടെ ചാനലിൽ സബ് ചെയ്തിട്ടേക്ക് ലൈക്ക് കൊടുക്കാനും മറക്കണ്ട. ഗൈസ്, നിങ്ങൾ ഫുൾ പ്രോസസ് കണ്ടല്ലോ. സോ ഇത്ര മാത്രമേ ഉള്ളൂ ചെയ്യാനുള്ള കാര്യങ്ങൾ. ഫസ്റ്റ് നിങ്ങളൊരു ചാനൽ ക്രിയേറ്റ് ആക്കുക, ഒരു അടിപൊളി പേരൊന്ന് കൊടുക്കുക. അതിനുശേഷം എന്താണ് നിങ്ങൾ ഡെയിലി ഓരോ വീഡിയോസുകളൊക്കെ വെച്ച് അപ്ലോഡ് ആക്കി തുടങ്ങുക. ഓക്കെ, സോ ഇതിന് ക്രെഡിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് തീർന്നാൽ നിങ്ങൾക്ക് എന്താണ് അങ്ങനെ ചെയ്യാനായിട്ട് പറ്റൂല. സോ നിങ്ങളുടെ വീട്ടിൽ വേറെ ഫോണും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ നോക്കി കണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യാം. ചുമ്മാ വീഡിയോ എന്താണ് എഡിറ്റ് ചെയ്ത്
ക്രെഡിറ്റ് കളയാതിരിക്കുക, അടിപൊളി ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നാടായി കൊടുക്കുക. സോ ഇത്ര മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് അപ്ലോഡ് ആക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ കാണിച്ചത് സിമ്പിൾ മെത്തേഡാണ്. എന്താണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ മെത്തേഡൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും. യൂട്യൂബിൽ വേറെ കുറെ സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ ഞാൻ കണ്ടത് സിമ്പിൾ ആണ്. സോ നിങ്ങൾക്ക് ഈ 3 ആപ്ലിക്കേഷൻ മതി എല്ലാം ചെയ്യാനായിട്ട്. ഓക്കെ, സോ ഞാൻ പറഞ്ഞല്ലോ, വീഡിയോ ലൈവ് കണ്ട് മറക്കണ്ട. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആക്കേണ്ട മറക്കണ്ട. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നമുക്ക് ഇതിൽ മികച്ച മറ്റൊരു വീണ്ടും കാണാം. സീ ഗൈസ്.